അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് സഹോദരിമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തട്ടിമാറ്റി പോകണമെന്ന് കേട്ടിട്ട് പോയിക്കോളി. വലിയ അശുദ്ധിയുള്ളപ്പോൾ മുടിയും നഖമൊന്നും വെട്ടാൻ പാടില്ല, നീക്കാൻ പാടില്ല എന്നല്ലേ? നഖം മുറിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുളിയുടെ നിയ്യത്ത് ആണ് ചെയ്തുകൊണ്ട് കൈയും കാലൊക്കെ കയ്യിൻ്റെ, അതിപ്പോൾ നഖം മുറിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൈയിൻ്റെ ഇത് അല്ലെങ്കിൽ കാലുകൾ കഴുകുന്നതിന് ശേഷം നഖം വെട്ടാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ ബാക്കി പിന്നീട് കുളിച്ചാൽ മതി, കുളി പാതി കുളിച്ചിട്ട് പാതി പിന്നെ കുളിച്ചാൽ മതി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റവാക്കിലെ ഉത്തരം പറയുകയാണെങ്കിൽ അതെ, വലിയ അശുദ്ധി ഉള്ളപ്പോൾ മുടിയും നഖവും നീക്കാൻ പാടില്ല, നീക്കരുത് എന്ന് തന്നെയാണ്. എന്നാൽ ചോദ്യത്തിൽ ഈ പറഞ്ഞതുപോലെ കുളിയുടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈകാലുകൾ കഴുകിയതിന് ശേഷം, കുളിയുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് കൈകാലുകളൊക്കെ കഴുകിയതിന് ശേഷം നഖം മുറിച്ച് കളയുന്നതിന് വിരോധമൊന്നുമില്ല. ബാക്കി പിന്നീട് കുളിച്ചാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സേവ് ചെയ്യണം തോന്നി, കുളിക്കാതെ നിന്നിട്ടില്ല, സേവ് ചെയ്യണം തോന്നി, അപ്പം എന്ത് ചെയ്യണം? ഈ നെയ്യത്ത് വെച്ചിട്ട് ആ ഭാഗത്ത് ഇത് ഉയർത്തണം. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്താൽ ബാക്കി കുളിച്ചാൽ മതിയാകുന്നതാണ്. കുളിയിൽ എന്താണ് തുടർച്ചയായി കുളി നിർവഹിക്കുക എന്നില്ല. കുളിയുടെ ഫർള് എന്താണ്? നിയ്യത്ത്, അതുപോലെ തന്നെ ശരീരം മൊത്തം വെള്ളം എത്തുക എന്നുള്ളതാണ്. അതിന്റെ ഹിക്മത്ത് വേറുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പോൾ ഈ തുടർച്ചയായി കുളിയിൽ കൊണ്ടുവരണം, ഉദൂനെ പോലെ വഴിയായി കൊണ്ടുവരണമെന്നുള്ള ഇതിവിടെ വരുന്നില്ല. അപ്പൊ നിർബന്ധമില്ല, സുന്നത്താണ്. തുഹ്ഫ 1 250 നോക്കിയാൽ ഇന്ന് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്.